എന്താ പറ്റി? അല്ല, എന്തോ ഉണ്ട്. നീ സ്വപ്നം കണ്ട് ഭയന്നോ? വരും, നമുക്ക് കുറച്ചു നേരം പുറത്തിരിക്കാം. നല്ല കാറ്റ് അല്ലേ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ആകെ തകർന്നതുപോലെയുണ്ട്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞുകൂടെ? ഇല്ല, എനിക്കൊന്നുമില്ല. നിന്റെ മനസ്സ് നിന്റെ കണ്ണിൽ കാണാം. ഈ കണ്ണുകളുടെ അനങ്ങിയാൽ എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവും. പറയൂ, എന്താണ് നിന്റെ വിഷമം? എന്തോ എപ്പോഴും ഒരു പേടി. ഞാനുള്ളപ്പോഴും വേണമെങ്കിൽ ജോലി മുഴുവനും കളഞ്ഞ് മുഴുവൻ നേരവും ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. എന്റെ ഭാഗ്യം. നിന്റെ ഭാഗ്യമല്ല, എന്റെ ഭാഗ്യം. ദൈവം എനിക്ക് തന്ന നിധിയാണ് നീ. ജോണി, ദിവസമായി തനിച്ച് കാണണമെന്ന് വിചാരിക്കുന്നു. ഞാനും. ആ ഫോട്ടോ ഇപ്പോഴും കയ്യിലുണ്ടോ? ഉണ്ട്. ഇനിയും അത് സൂക്ഷിക്കുന്നത് തെറ്റല്ലേ? ദൈവത്തെ ഓർത്ത് അതൊന്ന് നശിപ്പിച്ചൂടെ? അതെന്റെ കാമുകിയുടെ പടമാണ്. പക്ഷേ അവളിത് മറ്റൊരുത്തിന്റെ ഭാര്യയാണ്. എന്റെ ഓർമ്മകളും സ്വപ്നങ്ങളും ആരും അറിയാതെ സൂക്ഷിക്കാൻ പോലും എനിക്ക് അവകാശമല്ലേ? അത് മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുന്നതാണെങ്കിലോ? എല്ലാം തകർന്നുപോയ എന്നെ പത്മിനി മറന്നുപോയി. ഞാൻ മറന്നതല്ല. ഒരു സ്ത്രീക്ക് കഴിയാവുന്നിടത്തോളം പിടിച്ചു നിന്നവളാണ് ഞാൻ. പാവപ്പെട്ട ഒരു അമ്മ മാത്രം ആശ്രയമുള്ള ഒരു പെണ്ണിന് എത്ര കാലം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പോൾ ഞാൻ തെറ്റിയെന്നാണോ പത്മിനി പറയുന്നത്? എന്നെ എന്തിനിങ്ങനെ വേദനിപ്പിക്കുന്നു? വേദന ഹൃദയത്തിന്റെ വിശുദ്ധമായ ഭാഷയാണ്. നിന്റെ ഫോട്ടോ കത്തിച്ചു കളയാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ആ ഫോട്ടോ കത്തിച്ചു കളഞ്ഞാലും എന്റെ മനസ്സ് മുഴുവൻ നീ നിറഞ്ഞു നിൽക്കും. അങ്ങയുടെ ഓർമ്മയ്ക്ക് അന്നിന്റെ വിരലണിയിച്ച മോതിരം കല്യാണത്തിന് പള്ളിയിൽ പോകുന്നതിന് മുമ്പാണ് ഞാൻ ഊരിക്കളഞ്ഞത്. അപ്പോൾ വേദനിച്ചില്ലേന്ന് ചോദിക്കും. നല്ലവണ്ണം വേദനിച്ചു. പക്ഷേ മന്ത്രകോടിയുടെ നൂലിൽ കോർത്ത മിന്ന് എന്റെ കഴുത്തിൽ വന്ന് വീണപ്പോ ഞാനെല്ലാം മറന്നു. അന്ന് എന്നിലെ കാമുകി മരിച്ചു. നീ ഓർമ്മകൾ ജയിച്ചു, പക്ഷേ ഓർമ്മകൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോണം. നിങ്ങളുടെ നല്ല കൂട്ടുകാരന് വേണ്ടിയെങ്കിലും. എനിക്കിഷ്ടമുണ്ടായിട്ടല്ലേ ഞാൻ ഇവിടെ താമസിക്കുന്നത്. പോകാൻ അവൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഓരോ നിമിഷവും ഇവിടെ ഒരു അഗ്നിപർവ്വതം പുകയുന്നത് പോലെയാണ്. നമ്മുടെ നെഞ്ചിലെത്തി എന്തിന് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കൂടി കോരിയിടണം? ഞാൻ ഇന്ന് തന്നെ പോയേക്കാം, എത്രയും വേഗം. ഞാൻ പോവുകയാണ്. നിനക്കെന്താ മാറ്റം കിട്ടിയോ?
മാറ്റം വാങ്ങണം. ഓഹോ, അപ്പൊ നീ എന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്കിയാണല്ലേ? എടാ, നിന്നെ പെണ്ണ് കെട്ടിച്ചല്ലാതെ ഞാൻ ഇവിടുന്ന് വിടില്ല. എന്തിനാ പാവം പെൺകുട്ടിയെ വലയ്ക്കുന്നത്? എനിക്ക് കുട്ടികളുണ്ടാവില്ല. അത് ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞതാണ്. കള്ളം, പെരുങ്കള്ളം. നിനക്ക് തോന്നുമ്പോ നീ ഓരോന്ന് പറയും. ഒരിക്കൽ പറഞ്ഞു നിനക്കൊരു കാമുകിയുണ്ട്, പിന്നെ പറഞ്ഞു അവൾ മരിച്ചുപോയെന്ന്, ഇന്നാള് പറഞ്ഞു അവളെ ആരോ കല്യാണം കഴിച്ചു കൊണ്ടുപോയെന്ന്. ഇപ്പൊ പുതിയ കഥ. നിനക്ക് വട്ടാണ്. ശരിയാണ്, ഒരു തരത്തിൽ എനിക്ക് വട്ടാണ്. പക്ഷേ അതിന് മരുന്നില്ല. മരുന്നൊക്കെ ഞാൻ ഉണ്ടാക്കാം. അവന്റെ ഒരു പുറപ്പാട്. ജോണി, എനിക്ക് പോണം, പോയേ തീരൂ. നീ പോകില്ല. നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല. ഇതെന്തൊരു ഗതികേടാണ്. ജോണി, ദയവീത് നീ എന്നെ ഒറ്റയ്ക്ക് വിടണം. നിന്റെ സ്നേഹം ഇന്ന് എനിക്കൊരു ശിക്ഷയാണ്. നീ എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക്... ജോണി, എന്താ ഇത്? വെറുതെ അല്ലടാ നിനക്ക് നിന്റെ കാമുകി നഷ്ടപ്പെട്ടത്. നിനക്ക് സ്നേഹത്തിന്റെ വില അറിയില്ല. നീ ഒരു സാഡിസ്റ്റാണ്. സ്നേഹത്തിന് പകരം വേദന കൊടുക്കുന്ന ക്രൂരൻ. ജോണി, നീ പോകരുത്. പോ. യാത്ര ചോദിക്കാൻ എന്റെ അടുത്ത് വരരുത്. എന്തൊരു നാശമാണിത്! ഈ വീടിന് എന്ത് പറ്റി? എവിടെ പോയി വീട്ടിലെ സന്തോഷം മുഴുവനും? കണ്ണീരും കറുത്ത മുഖം കണ്ട് മടുത്തു. അമ്മേ, അമ്മേ! നിന്റെ കളി കുറച്ച് കൂടി പോകുന്നു. നീ ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ പുള്ളിക്കാരൻ എന്നോട് പലതും പറയണമെന്നുണ്ട്. അമ്മേ, അമ്മ ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. അവൻ പോകാൻ തുടങ്ങുന്നു. പോകുന്നെങ്കിൽ പോട്ടെ മോനെ. പോകണം എന്നുള്ളവരെ നമ്മൾ എന്തിനാ പറഞ്ഞു നിർത്തുന്നത്? ഓഹോ, അപ്പോ അമ്മയ്ക്ക് വളാണ് ഇഷ്ടമല്ലേ? അച്ഛന് ജെയിംസിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നിന്റെ കൂട്ടുകാരനോട് ഇവിടുന്ന് പോകാൻ ഞങ്ങൾ എന്തിനാ പറയുന്നത്? പിന്നെ നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം പത്മിനി ചെയ്യുമോ? അയാൾ ഒരു ചെറിയ വട്ടനാണ് ചായ. നിന്റെ സ്നേഹിതൻ മാത്രമല്ലേ അയാള്? അല്ലാതെ നമ്മളുമായിട്ട് രക്തബന്ധമൊന്നുമില്ലല്ലോ. അയാള് പോട്ടെ മോനെ. അമ്മയ്ക്കിത് പറയാൻ ഈ മകനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അവനുണ്ടായതുകൊണ്ടാണമ്മേ.